അപ്പോൾ കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട, പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഉഴുന്നുവട. തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഒരു സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാത്ത വളരെ ഈസി സ്റ്റെപ്സിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉഴുന്നെടുക്കുമ്പോൾ നല്ല പുതിയ ഉഴുന്നെടുക്കുക. പൊട്ടിയ ഉഴുന്നല്ല, മുഴുവനോടെയുള്ള ഉഴുന്നാണ് എടുക്കേണ്ടത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉഴുന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വയ്ക്കുക. ഏകദേശം 4 മണിക്കൂറോളം കുതിർത്തണം. എന്നാലേ അത് നന്നായിട്ട് കുതിർന്ന് വരുള്ളൂ. ഇനി നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഉഴുന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ നടുഭാഗത്തുള്ള ആ പിന്നിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കാൻ പാകത്തിന് ഉഴുന്നിട്ടാൽ മതി. എന്നിട്ട് ആദ്യം ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ആ ഉഴുന്ന് കുതിർത്താൻ വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരയ്ക്കുക. ഇപ്പോഴും നന്നായിട്ട് അരഞ്ഞിട്ടില്ല. അപ്പം നല്ല പേസ്റ്റ് പോലെ ഉഴുന്ന് അരയണം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് അരയ്ക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ കൺസിസ്റ്റൻസി ആവാത്തത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. മൊത്തം 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നിങ്ങളിത് വെള്ളം ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇട്ട ഉഴുന്നിനനുസരിച്ച് വേണം ചേർത്ത് നോക്കുക. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് വേണം അരച്ച് നോക്കാൻ. അപ്പോൾ ഇതുപോലെ പേസ്റ്റി ആയിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതാ നന്നായിട്ട് അരഞ്ഞെടുത്തിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഉഴുന്ന്. അപ്പോൾ ഇങ്ങനെ അരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മുഴുവൻ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു സാധനമുണ്ട്. ഉഴുന്നുവടയെ ക്രിസ്പി ആക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് 1 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ചും കൂടെ അധികം. നിങ്ങൾ ഇത് ടേബിൾ സ്പൂണിനെ കുറച്ചും വലിയ സ്പൂണാണ്. ആ സ്പൂണിന് 1 സ്പൂൺ നിറയെ വറുത്ത അരിപ്പൊടി, അപ്പം, ഇടിയപ്പം, അതിനൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയില്ലേ, അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ടേബിൾ സ്പൂണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം കേട്ടോ. അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ച് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ സംഗതി. ഉഴുന്നുവട സൂപ്പറാവാനുള്ള മൂന്നാമത്തെ ടെക്നിക്കാണിത്. അപ്പോൾ ഇങ്ങനെ അടിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൽ നിറയെ എയർ ബബിൾസ് വരും. എത്രത്തോളം എയർ ബബിൾസ് വരുന്നോ അത്രത്തോളം നമ്മുടെ വട സൂപ്പറായിരിക്കും. അപ്പോൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്യണം. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് പിന്നീടാണ് ചേർക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് സ്പൂൺ ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ നിങ്ങൾക്ക് അടിച്ച് പതപ്പിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മാവ് റെഡിയായി. ഇനി നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ശകലം മാവ് ഇട്ട് വെക്കുക. എന്നിട്ട് ഈ മാവ് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി മാവിൻ്റെ. കണ്ടോ, ഇപ്പം നമ്മൾ ആ മാവ് ഇട്ട് കൊടുത്തപ്പോൾ മാവ് താഴ്ന്നു പോകാതെ വെള്ളത്തിന് മുകളിൽ തന്നെ കിടക്കുന്നത് കണ്ടോ. അത് നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമ്മൾ ഇട്ട് നോക്കുമ്പോൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ശകലം കൂടി വെള്ളം, ടീസ്പൂൺ കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ച് പതപ്പിച്ച് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇപ്പം നമ്മുടെ മാവ് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മൂടി വയ്ക്കാം. 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഒന്ന് പതുക്കെ പുളിച്ചൊക്കെ വരും. ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം കാണാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാവ് ഈ സമയത്ത് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന കണ്ടോ നമ്മുടെ മാവ്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ അടിച്ചടിച്ച് തന്നെ മിക്സ് ചെയ്യുക, എല്ലായിടത്തും ഉപ്പാകുന്നത് വരെ. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം സാമ്പാർ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഉഴുന്ന് വടയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ടേസ്റ്റ് മേക്കറാണ് ഈ സാമ്പാർ പൊടി. അപ്പോൾ 1 ടീസ്പൂണോളം സാമ്പാർ പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുത്തു. കുറച്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൊത്തിയരിഞ്ഞതും, കുറച്ച് കറിവേപ്പില കൊത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഞാൻ ചേർക്കാറില്ല, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഞ്ചി ചേർക്കാറില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പിന്നെ കുറച്ച് മുഴുവൻ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. ഇനി ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്, സാവകാശം ഇളക്കുക. സവാള ഇട്ടിട്ട് ഒത്തിരി ഇളക്കിയാൽ വെള്ളാംശം കൂടിപ്പോവും മാവിൻ്റെ. അപ്പം അങ്ങനെ ചെയ്യാതെ വളരെ മൃദുവായിട്ട് ഇളക്കുക. ഇപ്പം നമ്മുടെ മാവ് സെറ്റായി. ഇതാ ഇത്രയുള്ളൊരു തവി എടുക്കുക. ഇപ്പോൾ അത്യാവശ്യം ഹാൻഡിലിന് നീളമുള്ളതാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മളിതിങ്ങനെ പതുക്കെ ഒന്ന് നനയ്ക്കണം ഈ ഭാഗം. എന്നിട്ട് നനച്ചിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ മാവ് എടുത്തു വെച്ചിട്ട് നടുക്കൊരു ഹോളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ മുക്കി വയ്ക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയെ തൊട്ട് ഇങ്ങനെ അനക്കി കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയെ തൊട്ട് കഴിയുമ്പോൾ ഉഴുന്നുവട ആ ഷേപ്പോടുകൂടി താഴ്ത്തോട്ട് ചാടിക്കോളും. നമ്മൾ സ്പൂൺ എടുക്കുക. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ മാവെടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമ്മുടെ കൈ പൊള്ളാതെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഉഴുന്നുവട വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ മാത്രം മതി അതിന്. ഇതൊരു ട്രിക്കാണേ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്പൂണിൻ്റെ പുറകുവശത്ത് ഇതുപോലെ മാവ് വെച്ചിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് മുക്കിയതിന് ശേഷം പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് സ്പൂൺ വിടുവിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഉഴുന്നുവട അവിടെ പെർഫെക്റ്റ് ഷേപ്പിൽ ആയി വന്നോളും. വളരെ ഈസിയാണ്, ഒട്ടും നമ്മുടെ കൈ പൊള്ളും ഒന്നും ചെയ്യില്ല. സ്പൂണിൽ ഒരുപാട് വെള്ളാംശം ഇല്ലാതെ ശ്രദ്ധിക്കണം. പതുക്കെ ഒന്ന് നനച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഉഴുന്നുവട ഷേപ്പായി കിട്ടിയില്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട. ഇതുപോലെ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുമില്ല. പിന്നെ മേളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും. ഒരു സൈഡ് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മറിച്ചിടുക. മറ്റേ വശം കൂടി ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുന്നവരെ മറിച്ചിട്ട് വേവിക്കുക. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉഴുന്നുവട വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറമേ കരിഞ്ഞു പോവും, അകം വേവാതെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഉഴുന്നുവട ഇതുവരെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരുന്നവരും ശരിയാകാതെ വന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഉഴുന്നുവട തട്ടിപ്പറിച്ചുകൊണ്ട് പൊക്കോളും ആളുകൾ. അത്രയ്ക്ക് സൂപ്പർ സോഫ്റ്റായിട്ട് കിട്ടും, ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല പൊന്തിച്ച് വീർത്ത ഉഴുന്നുവട തന്നെ നമുക്ക് കിട്ടും. അത്രയ്ക്ക് സൂപ്പറായിട്ട് വരും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഉഴുന്നുവട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. യാതൊരുവിധ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഉഴുന്നുവട ഉണ്ടാക്കി ഇതുവരെ ശരിയാകാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ അവർക്കതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ പുറമേ ക്രിസ്പി ആയിട്ടുള്ളതും അകമേ സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഉഴുന്നുവടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസുമായി നമുക്കിനി വീണ്ടും കാണാം. താങ്ക്